بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار مفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال. അദ്കിയയിലെ മുഖദ്ദിമ കഴിഞ്ഞു. മുഖദ്ദിമയിൽ ശരീഅത്തും ഹഖീഖത്തും ത്വരീഖത്തും ആത്മീയമായ ജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ സച്ചരിതരായ ഔലിയാക്കളുടെ മാർഗം അവലംബിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഞാൻ അവസാനത്തെ ബൈത്തായ 16-ാമത്തെ ബൈത്തിൽ മൻ റാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയാ ഫയഹ്ഫളൻ ഹാദൽ വസ്വായ ആമില എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാർഗത്തിൽ കയറിപ്പറ്റാൻ വല്ലവരും ഉദ്ദേശിക്കുന്നെങ്കിൽ ഫയഹ്ഫളൻ ഹാദൽ വസ്വായ, ഈ ശേഷം വരാൻ പോകുന്ന വസീയത്തുകളെ, ഉപദേശ നിർദ്ദേശങ്ങളെ ഒരാൾ ജീവിതത്തിൽ പകർത്തിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ആ വസീയത്തുകളാണ്. അതിൽ മിൻഹ, ആ വസീയത്തുകളിൽ പെട്ടതാണ് അത്തൗബ. തൗബ ആ വസീയത്തിൽ പെട്ടതാണ്. എന്നിട്ട് പറയുന്നു, ഉത്ലുബ മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി الذنബി ഫീമാ ഇസ്തഖ്ബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർആനി ഫർഅ വകമ്മില. ഉത്ലുബ്, നീ തേടുമോനെ, മതാബൻ, തൗബയെ നീ തേടിക്കോ. തൗബ അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെട്ടള. തൗബ എന്നുള്ളതിൻ്റെ മീമിയായ മസ്തറാണ് മതാബ് എന്നുള്ളത്. എങ്ങനെയാണ് നീ തൗബ നേടേണ്ടത്? ബിന്നദാമ, ഖേദം പ്രകടിപ്പിക്കൽ കൊണ്ട്, അപ്പം ഖേദിക്കണം. മുഖ്ലിഅൻ, നീ തെറ്റുകളിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റിയവനായിട്ട്. പിന്നെ എങ്ങനെയുമാണ് നീ തൗബ ചെയ്യേണ്ടത്? വബി അസ്മി തർക്കി ദംബി, ദംബിനെ തർക്ക് ചെയ്യൽ കൊണ്ട്, ദോഷത്തെ ഉപേക്ഷിക്കും എന്നുള്ള ദൃഢനിശ്ചയവുമാണ് നിനക്ക് മൂന്നാമതായി വേണ്ടത്. എപ്പോഴാണ്? ഫീമസ്തഖ്ബല, ഇനി ഭാവിയിൽ തെറ്റു ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയവും ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കലും സംഭവിച്ച തെറ്റുകളുടെ മേലിലുള്ള നിർവ്യാജമായ ആത്മാർത്ഥമായ ഖേദപ്രകടനവുമാണ് നിനക്കു വേണ്ടത്. ഈ രീതിയിൽ അള്ളാഹുവിൽ നിന്ന് നീ തൗബ തേടണം. ഇതാണ് തൗബയുടെ, അള്ളാഹുമായി ബന്ധപ്പെട്ട തൗബയുടെ 3 നിബന്ധനകൾ. ഇനി മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള തൗബയാണെങ്കിൽ അതിൽ ഈ 3 നിബന്ധനകൾ പാലിക്കലോടുകൂടെയും നാലാമതായി വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി, എല്ലാ മനുഷ്യരുടെ ബാധ്യതകളിൽ നിന്നും മോചനം ആകൽ കൊണ്ടും. അപ്പം മനുഷ്യർ കട്ട മുതൽ തിരിച്ചു കൊടുക്കുക, വാങ്ങിയ പണം അവധിയെത്തിയത് കടമായതുള്ള തിരിച്ചു കൊടുക്കുക, അവരിൽ നിന്ന് മുതലുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, ഈബത്ത് പറഞ്ഞതും ആരോപണം പറഞ്ഞതുമാണെങ്കിൽ അതിനെ പൊരുത്തപ്പെടിക്കാനുള്ളതും, ഏറ്റുവാങ്ങേണ്ട തെറ്റാണെങ്കിൽ അങ്ങനെയും ചെയ്തുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബാധ്യതകളിൽ നിന്നും മുക്തനാവുകയും വേണം. വലിഹാദിഹിൽ അർക്കാനി, ഈ റുക്കുനുകളെ, ഈ 4 റുക്കുനുകളെ, ഈ അവിഭാജ്യ ഘടകങ്ങളെ ഫർഅ, മോനെ നീ നന്നായിട്ട് പരിഗണന കൊടുത്ത് മുറാഅത്ത് ചെയ്തളാ. വകമ്മില, അതിനെ നീ പൂർത്തിയാക്കുകയും വേണം. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് വിഘാതം സംഭവിച്ചാൽ, അതിൽ നിന്ന് ഭംഗം വന്നു കഴിഞ്ഞാൽ നിനക്ക് തൗബ ലഭിക്കുകയില്ല. ഇതാണ് തൗബയുടെ ഷർത്തുകളായിക്കൊണ്ട് ആരിഫീങ്ങളായ ഉലമാക്കൾ പറഞ്ഞത്. ഇനി ഈ കാര്യത്തിൻ്റെ തന്നെ വിശദീകരണമായിട്ടാണ്
19-ാമത്തെ ബൈത്തും 20-ാമത്തെ ബൈത്തും വരുന്നത്. വഖിഹ് ദവാമൻ ബിൽ മുഹാസബത്തില്ലതി തൻഹാക തഖ്സ്വീറൻ ജറാ വതസാഹലാ. വഖിഹ് നീ സൂക്ഷിച്ചോ, ദവാമൻ എപ്പോഴും നീ സൂക്ഷിച്ചോ, ബിൽ മുഹാസബ നീ നിന്നെ വിചാരണ ചെയ്യണം. നീ നിന്റെ അമലുകളെ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് ഖേദിച്ചു മടങ്ങുകയില്ല എന്ന് അടിയുറച്ച തീരുമാനത്തിൽ നിന്ന് നീ നിന്റെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കണം. ആ കോടതിയുടെ ജഡ്ജിയും വാദിവക്കീലും പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും അതിലെ കുറ്റക്കാരനും അതിലെ കാഴ്ചക്കാരനുമെല്ലാം നീ തന്നെയാകണം. അള്ളാഹുവിൻ്റെ മുന്നിൽ നീ നിന്നെ വിചാരണ ചെയ്യണം. വിചാരണ ചെയ്തുകൊണ്ട് വിട്ടുനിൽക്കേണ്ടതിൽ നിന്ന് വിട്ടുനിന്ന്, അകന്നു നിൽക്കേണ്ടതിൽ നിന്ന് അകന്നു നിന്ന്, പാലിക്കേണ്ടതിന് പാലിച്ചുകൊണ്ട് നീ ഹിസാബ് മുഹാസബ നടത്തണം. അത് നിത്യമായും വേണം. അള്ളാഹുവിനെ ഓർക്കുന്ന എല്ലാ സമയങ്ങളിലും നീ നിന്റെ തൗബയെ കീപ്പപ്പ് ചെയ്തു പോകണം. ബിഹിൽ മുഹാസബ അല്ലതി എങ്ങനത്തെ മുഹാസബയാണ്? തൻഹാക തഖ്സ്വീറൻ ജറാ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂനതകളെ, വീഴ്ചകളെ തടയുന്ന മുഹാസബ. ഇന്നലെ അർദ്ധരാത്രി അള്ളാഹുവിനോട് കണ്ണീരൊഴുക്കി ചെയ്ത തൗബ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും നഷ്ടപ്പെടാൻ പാടില്ല. ആ ഇന്നലെ ചെയ്ത തൗബയെ നിലനിർത്തുന്ന മുഹാസബ നിന്നിലുണ്ടാവണം. വതസാഹല അതിൽ നിന്ന് നീ കാണിക്കുന്ന എളുപ്പങ്ങളെയും അതിൽ കാണിക്കുന്ന ലാഘവത്വവും വീഴ്ചയും സംഭവിക്കാതെ അതിനൊക്കെ തടയുന്ന തരത്തിലുള്ള ആത്മീയ വിചാരണ നീ എപ്പോഴും നടത്തുകയും വേണം. വഖിഹ് ദവാമൻ ബിൽ മുഹാസബത്തില്ലതി തൻഹാക തഖ്സ്വീറൻ ജറാ വതസാഹലാ. വബിഹിഫ്ളി ഐനിൻ വല്ലിസാനി വസാഇരിൽ. വബിഹിഫ്ളി ഐനിൻ കണ്ണിനെ സൂക്ഷിക്കൽ കൊണ്ടും, വല്ലിസാനി നാവിനെ സൂക്ഷിക്കൽ കൊണ്ടും, വസാഇരിൽ അഅ്ളാ മറ്റെല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണം. ഏറ്റവും പരമപ്രധാനമായിട്ട് കണ്ണു മാത്രമാണ് നമ്മിൽ നിന്ന് മറ്റൊരാളിലേക്ക് അവർ പോലും അറിയാതെ പ്രവഹിക്കാനുള്ള നമ്മുടെ ഇന്ദ്രിയം. വഴിയിലൂടെ നടക്കുന്ന സമയത്ത് ഒരു അന്യസ്ത്രീയെ കാണുകയാണ്, ഒരു അന്യസ്ത്രീ അല്ലെങ്കിൽ ഒരു അന്യപുരുഷനെ കാണുകയാണ്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമാണ് ആ സ്ത്രീക്ക് പുരുഷനിൽ നിന്നോ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കോ പ്രവഹിക്കാനുള്ള 5 ഇന്ദ്രിയങ്ങൾപ്പെട്ടൊരു ഇന്ദ്രിയം. അവിടെ തൊടാൻ എല്ലാവർക്കും പെർമിഷൻ ഇല്ല. പിടിക്കാനോ അനുഭവിക്കാനോ ഉള്ളതരികയിൽ അതിലേക്കെല്ലാം എത്തിക്കുന്നത് കണ്ണ് മാത്രമാണ്. അപ്പോൾ ആ കണ്ണാകുന്ന സെൻസിനെ ഒരാൾ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവൻ്റെ മുന്നിൽ സിമ്പിളായിത്തീരും. വല്ലിസാനി പിന്നെ നാവ് കൊണ്ട്. അപ്പം എല്ലില്ലാത്ത 2 അവയവങ്ങളെ തൊട്ട് ഒരാൾ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ സ്വർഗം കൊണ്ട് ഞാൻ അവന് ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ നാവും, ആ എല്ലില്ലാത്ത അവയവമായ അവൻ്റെ ഗുഹ്യസ്ഥാനത്തിന് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവൻ്റെ ഐനും, അത് രണ്ടിനും അവൻ തന്നെ നിയന്ത്രണമിട്ട് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ തൗബയ്ക്കും അത് കാവലായിത്തീരും. നാവ് കൊണ്ട് ഗീബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്, അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നത്, കളവ് പറയുന്നത്, വെറും വർത്തമാനം പറയുന്നതൊക്കെ അവൻ്റെ നിലവാരം കുറക്കുകയും പോലും ചെയ്യുകയാണ്. അത് സമൂഹ മധ്യത്തിൽ അവനക്ക് ഇടിവ് വരുത്തുന്നതാണ്. അതുകൊണ്ട് വസാഇരിൽ അഅ്ളാ മറ്റെല്ലാ അവയവങ്ങളും അവൻ്റെ എല്ലാ അവയവങ്ങളും അവൻ തെറ്റിൽ നിന്ന് സൂക്ഷിക്കണം. ഫജ്ഹദൻ ഈ വിഷയത്തിൽ നീ നല്ല മുജാഹദ ചെയ്യണം, കഠിനാധ്വാനം വേണം. നിന്നെ തിന്മയിൽ നിന്ന് തിന്മയിൽ നിലനിർത്തിക്കൊണ്ട് നന്മയിൽ അകറ്റുന്ന ശൈത്വാനും നിന്റെ ശരീരവുമെല്ലാം അവിടെ നിന്റെ ശത്രുക്കളായിട്ട് കടന്നു വരുമ്പോൾ ഫജ്ഹദൻ നീ നന്നായി പരിശ്രമം നടത്തിക്കോ. ലാ തക്സില അവിടെ നീ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ലാ തക്സില മടി കാണിക്കേണ്ട ആവശ്യമില്ല. മടി കാണിക്കാതെ പരിശ്രമത്തിൻ്റെ പാതയിൽ എൻ്റെ എല്ലാ അവയവങ്ങളെയും, വിശിഷ്യ ലിസാനാകുന്ന നാവിനെയും ഐനാകുന്ന കണ്ണിനെയും സൂക്ഷിക്കൽ കൊണ്ടുമാണ് നീ സ്ഥിരമായി ഇതിൻ്റെ തൗബ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത്. അബിഹിഫ്ളി ഐനിൻ വല്ലിസാനി വസാഇരിൽ അഅ്ളാ ജമീഅൻ ഫജ്ഹദൻ ലാ തക്സില. അപ്പോൾ ഔലിയാക്കളുടെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് കൊടുത്ത ആദ്യത്തെ മാർഗം തൗബയും, ആ തൗബയെ
തൗബയുടെ നിബന്ധനകളും ആ ചെയ്ത തൗബ നിലനിൽക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളുമാണ് നാം പറഞ്ഞത്.